ഞങ്ങളെ വൈക്കം മഹാദേവ ക്ഷേത്രത്തിൽ പോകാൻ വേണ്ടി ഇറങ്ങിയതാണ് കേട്ടോ. കേരളത്തിലെ തന്നെ ഏറ്റവും പഴക്കേറിയ ക്ഷേത്രങ്ങളിൽ ഒന്നാണ് വൈക്കം മഹാദേവ ക്ഷേത്രം. ഏകദേശം 1000 വർഷത്തോളം പഴക്കമുണ്ടെന്നാണ് കേട്ടോ പറയുന്നത്. അങ്ങനെ ഞങ്ങൾ സ്കൂട്ടറിൽ പോകാന്നുള്ള പ്ലാൻ ആയിരുന്നു. പക്ഷെ ഏകദേശം വൈറ്റിലെത്തിയപ്പം തന്നെ സച്ചു ഉറക്കം തൂങ്ങി തുടങ്ങിയോണ്ട് ഞാൻ വിചാരിച്ചു അവിടെ സ്കൂട്ടർ വെച്ചിട്ട് അവിടുന്ന് ബസ്സിന് പോവാന്ന് വിചാരിച്ചു. പണ്ട് ഇവിടെ സ്കൂട്ടർ വെച്ച് പോയപ്പം എനിക്ക് നല്ല ഫൈനൊക്കെ വീണിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇനി ഇന്ന് എന്താ സ്ഥിതി എന്നറിയില്ല. അങ്ങനെ ഞങ്ങൾ നേരെ ബസ് സ്റ്റാൻഡിൽ എത്തിയിട്ടോ. ബസ്സിലധികം തിരക്കൊന്നുമില്ലായിരുന്നു. ഞാനും സച്ചടക്കം ഏകദേശം ഒരു 5-6 പേരെ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ ബസ് പോയ റൂട്ട് നമ്മുടെ സ്വന്തം മമ്മൂക്കേന്റെ നാടായ ചെമ്പ് വഴിയാണ് കേട്ടോ. മാത്രമല്ല വൈറ്റില ടു വൈക്കം പോകുന്ന റൂട്ടിന് ഒരുപാട് പഴക്കമുള്ള ഒരുപാട് ക്ഷേത്രങ്ങളുണ്ട് കേട്ടോ. സച്ചു അവിടെ എത്തുന്നവരെ നല്ല ഉറക്കമായിരുന്നു. എന്റെ ഭാഗ്യത്തിനാണ് ഞാൻ സ്കൂട്ടർ എടുത്ത് പോരാതിരുന്നത്. KSRTC സ്റ്റാൻഡിന്റെ തൊട്ടടുത്താണ് കേട്ടോ ക്ഷേത്രം. പക്ഷെ ബസ്സിൽ നിന്ന് ഇറങ്ങിയപ്പോൾ തന്നെ സച്ചുവിന് പതിവ് പോലെ വിശപ്പിന്റെ വിളി വന്ന് ഞങ്ങളൊരു ചായയൊക്കെ കുടിച്ചിട്ടാണ് ക്ഷേത്രത്തിലേക്ക് പോയത്. പക്ഷെ എന്താണെന്നറിയില്ല, ക്ഷേത്രത്തിന്റെ ഉള്ളിൽ കയറിയിട്ട് ക്യാമറ ഓൺ ചെയ്തപ്പോൾ മുതൽ മൊത്തം ഒരു മങ്ങലായിരുന്നു കേട്ടോ. പിന്നെ അധികം ഇവിടെ ക്യാമറയും വീഡിയോസൊന്നും അലൗഡ് അല്ല. വൈക്കം ക്ഷേത്രത്തിനെ പറ്റി എല്ലാവർക്കും അറിയായിരിക്കില്ലേ. വൈക്കത്തഷ്ടമിയാണ് അവിടുത്തെ ഏറ്റവും വലിയ ഫെസ്റ്റിവൽ. നവംബർ ഡിസംബർ മന്തിലാണ് വൈക്കത്തഷ്ടമി നടക്കുന്നത്. മാത്രമല്ല ശ്രീകോവിൽ ഓവൽ ഷേപ്പിലുള്ള ശ്രീകോവിലുള്ള ഒരു ക്ഷേത്രം കൂടിയാണ് കേട്ടോ വൈക്കം മഹാദേവ ക്ഷേത്രം. അങ്ങനെ ഞങ്ങൾ നന്നായിട്ട് തൊഴുത് തിരിച്ചു പോകുന്നു കേട്ടോ.